അമൃതമുരളി 21/5/22 ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, ശ്രീമത്തിൽ ഒരിക്കലും മന്മത് മിക്സ് ചെയ്യാതിരിക്കൂ. മന്മത് അനുസരിച്ച് നടക്കുക എന്നാൽ സ്വന്തം ഭാഗ്യത്തിന്മേൽ വര വരയ്ക്കുക എന്നാണ്. ചോദ്യം: കുട്ടികൾ ബാബയിൽ ഏതൊരു പ്രതീക്ഷ വയ്ക്കാൻ പാടില്ല? ഉത്തരം: പല കുട്ടികളും പറയുന്നു, ബാബ, എൻ്റെ രോഗം ഭേദമാക്കൂ, അല്പം കൃപ കാണിക്കൂ. ബാബ പറയുന്നു, ഇത് നിങ്ങളുടെ പഴയ ഓർഗൻസാണ്. കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിൽ ബാബ എന്തു ചെയ്യുവാനാണ്? ആരെങ്കിലും മരിച്ചു പോയെങ്കിൽ, നിർധനത്വം വന്നെങ്കിൽ ഇതിൽ ബാബയോട് എന്തിന് കൃപ യാചിക്കുന്നു? ഇത് നിങ്ങളുടെ കണക്കുകളാണ്. പിന്നെ യോഗബലത്തിലൂടെ നിങ്ങളുടെ ആയുസ് വർദ്ധിക്കുക സാധ്യമാണ്. എത്രത്തോളം സാധിക്കുമോ യോഗബലത്തിലൂടെ കാര്യങ്ങൾ നടത്തൂ. ഗീതം: നീ രാത്രിയെ ഉറങ്ങി പാഴാക്കി, പകലിനെ കഴിച്ചു പാഴാക്കി. ഓം ശാന്തി. കുട്ടികൾക്ക് ഓം എന്നതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു. ഓം എന്നാൽ ഭഗവാൻ എന്നല്ല. ഓം എന്നാൽ അഹം, ആത്മാ, അതായത് ഞാൻ. ഞാൻ ആരാണ്? ഇത് എൻ്റെ ഓർഗൻസാണ്. ബാബ പറയുന്നു, അഹം ആത്മാ, അതായത് ഞാൻ ആത്മാവാകുന്നു. പക്ഷേ ഞാൻ പരമമായ ആത്മാവാണ്, അതായത് പരമാത്മാവാണ്. ആ ഒന്ന് പരംധാം നിവാസിയായ പരംപിത പരമാത്മാവാണ്. പറയുകയാണ്, ഞാൻ ഈ ശരീരത്തിൻ്റെ അധികാരിയല്ല. ഞാൻ ക്രിയേറ്ററും ഡയറക്ടറും ആക്ടറും ആയിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ തീർച്ചയായും സ്വർഗത്തിൻ്റെ രചയിതാവാണ്. സത്യയുഗം രചിച്ച് കലിയുഗത്തിൻ്റെ വിനാശം തീർച്ചയായും ചെയ്യിക്കുക തന്നെ വേണം. ഞാൻ കരൺ കരാവൻഹാർ, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ആയത് കാരണം ഞാൻ ചെയ്യിപ്പിക്കുന്നു. ഇത് ആരാണ് പറയുന്നത്? പരംപിത പരമാത്മാവ്. പിന്നെ പറയുന്നു, ഞാൻ ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയാണ്. കുട്ടികളായ നിങ്ങളും ബാബയുടെ കൂടെ ഇരിക്കവേ ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയാണ്. അതിനെ സ്വീറ്റ് ഹോം എന്നും പറയുന്നു. പിന്നെ എപ്പോഴാണോ സൃഷ്ടി രചിക്കപ്പെടുന്നത്, അപ്പോൾ ആദ്യം ബ്രാഹ്മണരെ രചിക്കുന്നു. അവർ പിന്നെ ദേവതയാകുന്നു. അവർ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുക്കുന്നു. ശിവബാബ എവർ പൂജ്യമാണ്. ആത്മാവിന് പുനർജന്മം എടുക്കുക തന്നെ വേണം. ബാക്കി 84 ലക്ഷം ഉണ്ടാവുക സാധ്യമല്ല. ബാബ പറയുന്നു, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ഞാൻ പറഞ്ഞു തരുന്നു. 84ൻ്റെ ചക്രം എന്ന് പറയുന്നു. 84 ലക്ഷത്തിൻ്റേതല്ല. ഈ ചക്രത്തെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവാകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളെയും മറന്നേക്കൂ. ഇപ്പോൾ ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. ഈ കാര്യങ്ങൾ ബുദ്ധിയിൽ വരാത്തതുവരെയും മനസ്സിലാക്കുകയില്ല. ഇത് പഴയ ശരീരമാണ്, പഴയ ലോകമാണ്. ഈ ദേഹം ഇല്ലാതാകേണ്ടതുണ്ട്. താങ്കൾ മരിച്ചു എങ്കിൽ ലോകം മരിച്ചു എന്ന ചൊല്ലുമുണ്ട്. ഇത് പുരുഷാർത്ഥത്തിനുള്ള ചെറിയൊരു സംഗമത്തിൻ്റെ സമയമാണ്. കുട്ടികൾ ചോദിക്കുന്നു, ബാബ, ഈ ജ്ഞാനം എപ്പോൾ വരെ തുടരും? ഭാവിയിലെ ദേവതാ രാജധാനി സ്ഥാപിതം ആകുന്നത് വരെയും കേൾപ്പിച്ചുകൊണ്ട് തന്നെയിരിക്കും. പരീക്ഷ പൂർത്തിയാകുമ്പോൾ പിന്നെ പുതിയ ലോകത്തിലേക്ക് ട്രാൻസ്ഫർ ആകും. അതുവരെയും ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ശാരീരിക രോഗവും കർമ്മഭോഗാണ്. ബാബയുടെ ഈ ശരീരം എത്ര പ്രിയപ്പെട്ടതാണ്. എന്നിരുന്നാലും ചുമയും മറ്റും ഉണ്ടാകുമ്പോൾ ബാബ പറയുന്നു, നിങ്ങളുടെ ഈ ഓർഗൻസ് പഴയതായി, അതിനാൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. ഇതിൽ ബാബ സഹായിച്ചെങ്കിൽ ഈ പ്രതീക്ഷ വയ്ക്കാൻ പാടില്ല. നിർധനരായി
രോഗിയായി. ബാബ പറയും, ഇത് നിങ്ങളുടെ തന്നെ കണക്കുകളാണ്. എന്നിരുന്നാലും യോഗത്തിലൂടെ ആയുസ് വർദ്ധിക്കും. നിങ്ങൾക്കു തന്നെയാണ് നേട്ടം. സ്വയം പ്രയത്നിക്കൂ, കൃപ യാചിക്കരുത്. ബാബയുടെ ഓർമ്മയിൽ മംഗളമുണ്ട്. എത്ര സാധിക്കുമോ യോഗബലത്തിലൂടെ കാര്യങ്ങൾ നടത്തൂ. എന്നെ ഇമകളിൽ ഒളിപ്പിക്കൂ എന്ന് പാടുന്നുണ്ടല്ലോ. പ്രിയ വസ്തുവിനെ പ്രകാശരത്നം, പ്രാണപ്രിയം എന്ന് പറയുന്നു. ഈ ബാബയാണെങ്കിൽ വളരെയധികം പ്രിയമാണ്, എന്നാൽ ഗുപ്തമാണ്. അതിനാൽ സ്നേഹം പൂർണ്ണമായും നിലനിൽക്കുന്നില്ല. ഇല്ലായിരുന്നുവെങ്കിൽ ആ ഒന്നിനോട് ഈ വിധം സ്നേഹമുണ്ടായിരിക്കേണ്ടതാണ്. ആ കാര്യം ചോദിക്കുകയേ വേണ്ട. കുട്ടികളെ ബാബ ഇമകളിൽ ഒളിപ്പിക്കുന്നു. ഇമകൾ ഈ കണ്ണുകളല്ല. ബുദ്ധിയിൽ ഓർമ്മ വയ്ക്കണം, ഈ ജ്ഞാനം നമുക്ക് ആരാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? മോസ്റ്റ് ബിലവഡായ നിരാകാരനായ ബാബ. ആ ഒന്നിൻ്റെ തന്നെ മഹിമയാണ് പതീത പാവനൻ, ജ്ഞാനസാഗരം, സുഖത്തിൻ്റെ സാഗരം തുടങ്ങിയവ. ആ ഒന്നിനെ പിന്നെ സർവവ്യാപി എന്ന് പറയുന്നു. എങ്കിൽ പിന്നെ ഓരോ മനുഷ്യനും ജ്ഞാനത്തിൻ്റെ സാഗരവും സുഖത്തിൻ്റെ സാഗരവും ആകേണ്ടതാണ്. പക്ഷേ അല്ല, ഓരോ ആത്മാവിനും തൻ്റെ അവിനാശി പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗുപ്തമായ കാര്യങ്ങളാണ്. ആദ്യം ബാബയുടെ പരിചയം നൽകണം. പാരലൗകിക പിതാവ് സ്വർഗത്തിൻ്റെ രചന രചിക്കുന്നു. സത്യുഗമാകുന്ന സത്യഖണ്ഡത്തിൽ ദേവീ ദേവന്മാരുടെ രാജ്യമാണ്. പുതിയ ലോകത്തെ ബാബയാണ് രചിക്കുന്നത്. എങ്ങനെ രചിക്കുന്നു? അത് കുട്ടികളായ നിങ്ങൾക്കറിയാം. പറയുകയാണ്, ഞാൻ വരുന്നത് തന്നെ പതീതരെ പാവനമാക്കുവാനാണ്. പതീത സൃഷ്ടിയിൽ വന്ന് പാവനമാക്കേണ്ടി വരുമല്ലോ. ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന് പാടുന്നുമുണ്ട്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മുഖത്തിലൂടെ ജ്ഞാനം കേൾപ്പിക്കുന്നു, ശ്രേഷ്ഠ കർമ്മം പഠിപ്പിക്കുന്നു. കുട്ടികളോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഇങ്ങനെയുള്ള കർമ്മം പഠിപ്പിക്കുകയാണ്. അതിലൂടെ അവിടെ നിങ്ങളുടെ കർമ്മം വികർമ്മം ആവുകയില്ല. കാരണം അവിടെ മായയേ ഇല്ല. അതിനാൽ നിങ്ങളുടെ കർമ്മം അകർമ്മം ആകുന്നു. ഇവിടെ മായ ഉണ്ട്. അതിനാൽ നിങ്ങളുടെ കർമ്മം വികർമ്മം തന്നെയാകും. മായയുടെ രാജ്യത്തിൽ എന്തെല്ലാം ചെയ്യുമോ അത് തലകീഴായത് തന്നെ ചെയ്യും. ഇപ്പോൾ ബാബ പറയുന്നു, എന്നിലൂടെ നിങ്ങൾ സർവ്വതും അറിയുന്നു. അവർ സാധനയും മറ്റും ചെയ്യുന്നു, പരമാത്മാവുമായി കണ്ടുമുട്ടുന്നതിനായി. അനേകം പ്രകാരത്തിലുള്ള ഹഠയോഗവും മറ്റും പഠിപ്പിക്കുന്നു. ഇവിടെയാണെങ്കിൽ കേവലം ഒരു ബാബയെ ഓർമ്മിക്കണം. മുഖത്തിലൂടെ ശിവ ശിവ എന്നും പറയേണ്ടതില്ല. ഇത് ബുദ്ധിയുടെ യാത്രയാണ്. എത്ര ഓർമ്മിക്കുമോ അത്രയും രുദ്രമാലയിലെ മുത്താകും. ബാബയുടെ സമീപത്ത് വരും. ശിവബാബയുടെ കഴുത്തിലെ മാലയാകണം, അല്ലെങ്കിൽ രുദ്രമാലയിൽ സമീപം വരണം. അതിനുള്ള റേസാണ്. ചാർട്ട് വയ്ക്കണം. അപ്പോൾ അന്തുമതി സോഗതി ഉണ്ടാകും. ദേഹത്തിൻ്റെയും ഓർമ്മ ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള അവസ്ഥ ആവശ്യമാണ്. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് വജ്രതുല്യ ജന്മം ലഭിച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ ഓമന സന്താനങ്ങളെ, നിദ്രയെ ജയിക്കുന്ന കുട്ടികളെ, ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ എൻ്റെ ഓർമ്മയിൽ ഇരിക്കൂ. ഇപ്പോൾ ആ അവസ്ഥ വന്നിട്ടില്ല. ചാർട്ട് വയ്ക്കൂ. ഞാൻ മുഴുവൻ ദിവസത്തിലും എത്ര സമയം ഓർമ്മയുടെ യാത്രയിൽ നടക്കുന്നുണ്ട്? എവിടെയെങ്കിലും നിന്നു പോകുന്നില്ലല്ലോ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സമ്പത്തും ബുദ്ധിയിലുണ്ടായിരിക്കും. പ്രവൃത്തി മാർഗം ആണല്ലോ. ബാബയാൽ സ്ഥാപിതമായ സ്വർഗത്തിലെ ദേവീ ദേവതാ ധർമ്മമാണ് നമ്പർ 1. ബാബ രാജയോഗം പഠിപ്പിച്ച് സ്വർഗത്തിൻ്റെ അധികാരി ആക്കുന്നു. പിന്നെ ഈ ജ്ഞാനം പ്രായേണ ലോപിച്ചു പോകുന്നു. പിന്നെ ഈ ജ്ഞാനം ശാസ്ത്രങ്ങളിൽ എവിടെ നിന്നും വന്നു? രാമായണവും മറ്റും പിന്നീടാണ് ഉണ്ടാക്കിയത്. മുഴുവൻ ലോകവും തന്നെയാണ് ലങ്ക. രാവണൻ്റെ രാജ്യമാണല്ലോ. വാനരന്മാരെ പോലെയുള്ള മനുഷ്യരെ പവിത്രവും ക്ഷേത്രത്തിൽ ഇരിക്കാൻ യോഗ്യവുമാക്കി രാവണ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു.
സദ്ഗതി ദാതാവായ ബാബ സദ്ഗതിക്ക് വേണ്ടി ജ്ഞാനം നൽകുന്നു. ആ ഒന്നിന് സദ്ഗതി ഉണ്ടാക്കേണ്ടത് അന്തിമത്തിലാണ്. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, മറ്റെല്ലാത്തിനെയും ഉപേക്ഷിച്ച് എന്നിൽ നിന്ന് മാത്രം കേൾക്കൂ. ഞാൻ ആരാണ്? ആദ്യം ഈ നിശ്ചയം ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ അതേ പിതാവാണ്. ഞാൻ നിങ്ങളെ വീണ്ടും സർവ വേദശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുന്നു. ഈ ജ്ഞാനം ബാബ നേരിട്ട് നൽകുന്നു, പിന്നീട് വിനാശമാകുന്നു. പിന്നെ എപ്പോഴാണോ ദ്വാപരയിൽ അന്വേഷിക്കുന്നത്, അപ്പോൾ അതേ ഗീത തുടങ്ങിയ ശാസ്ത്രങ്ങൾ ഇറങ്ങുന്നു. ഭക്തിമാർഗത്തിനു വേണ്ടി തീർച്ചയായും അതേ സാമഗ്രികൾ ആവശ്യമാണ്. അത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ജ്ഞാനമാണെങ്കിൽ പരമ്പരയായി തുടർന്നു വരുന്നു. ഈ ജ്ഞാനമാണെങ്കിൽ ഇവിടെ തന്നെ ഇല്ലാതായി പോകുന്നു. പിന്നീട് എപ്പോഴാണോ അന്വേഷിക്കുന്നത്, അപ്പോൾ ഇതേ ശാസ്ത്രങ്ങളും മറ്റും കയ്യിൽ വരുന്നു. അതിനാൽ ഇതിനെ അനാദി എന്ന് പറയുന്നു. ദ്വാപരയിൽ എല്ലാം അതേ ശാസ്ത്രങ്ങളാണ് ഇറങ്ങുന്നത്. അതിനാൽ ഞാൻ വന്ന് വീണ്ടും എല്ലാത്തിൻ്റെയും സാരം കേൾപ്പിക്കുന്നു. വീണ്ടും അതിൻ്റെ തന്നെ റെപ്പിറ്റേഷൻ ഉണ്ടാകും. ചിലർ റെപ്പിറ്റേഷനെ അംഗീകരിക്കുന്നു, ചിലർ മറ്റെന്തെങ്കിലും പറയുന്നു. അനേകം മതങ്ങളുണ്ട്. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. മറ്റാർക്കും അറിയാൻ സാധിക്കില്ല. അവരാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ആക്കി. മഹാഭാരത യുദ്ധം നടന്നിട്ട് 5000 വർഷമായി എന്നും ധാരാളം പേർ പറയുന്നു. ഇത് വീണ്ടും അതേ യുദ്ധമാണ്. അപ്പോൾ തീർച്ചയായും ഗീതയുടെ ഭഗവാനും ഉണ്ടാകും. അഥവാ കൃഷ്ണനായിരുന്നു എങ്കിൽ അത് പിന്നെ മയിൽപീലി കിരീടധാരി ആയിരുന്നേനെ. കൃഷ്ണൻ സത്യയുഗത്തിൽ തന്നെയാണ് ഉള്ളത്. അതേ കൃഷ്ണൻ ഇപ്പോൾ ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഇദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മത്തിൽ പോലും അതേ കല നിലനിൽക്കുന്നില്ല. 16 കലയിൽ നിന്നും 14 കല ആകേണ്ടതുണ്ട്. അപ്പോൾ ജന്മങ്ങൾ തോറും അല്പാൽപം വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള മയിൽപീലി കിരീടധാരികൾ ധാരാളമുണ്ട്. കൃഷ്ണനാണെങ്കിൽ ആദ്യ നമ്പറാണ്. 16 കല സമ്പൂർണമാണ്. കൃഷ്ണന്റെ പുനർജന്മം ഉണ്ടാകുമ്പോൾ അല്പാൽപം കലകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ ഗുഹ്യമായ രഹസ്യമാണ്. ബാബ പറയുന്നു, നടന്നും ചുറ്റി സഞ്ചരിച്ചും ചുറ്റിക്കറങ്ങിയും സമയം പാഴാക്കരുത്. ഇത് സമ്പാദ്യത്തിൻ്റെ സമയമാണ്. ആരുടെ അടുക്കൽ വളരെയധികം ധനമുണ്ടോ അവരെ സംബന്ധിച്ച് ഇവിടെ സ്വർഗമാണ് എന്നവർ മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, ഇത് സ്വർഗമായിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് ആശംസകൾ. ബാബ ദരിദ്രരുടെ നാഥനാണ്. ദരിദ്രർക്ക് ദാനം നൽകേണ്ടതുണ്ട്. ദരിദ്രർക്ക് സറണ്ടർ ആകുന്നത് സഹജമാണ്. പിന്നെ വിരളമായി ചില ധനികരും വരുന്നു. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ദേഹത്തിൻ്റെ ബോധവും ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഈ ലോകം തന്നെ ഇല്ലാതാകേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ബാബയുടെ അടുക്കലേക്ക് പോകും. സൃഷ്ടി പുതിയതാകും. ചിലരാണെങ്കിൽ അഡ്വാൻസായും പോകും. ശ്രീകൃഷ്ണൻ്റെ മാതാപിതാക്കളും അഡ്വാൻസായി പോകേണ്ടതാണ്. അവർ പിന്നെ കൃഷ്ണനെ മടിയിൽ വാങ്ങും. കൃഷ്ണൻ മുതൽ തന്നെയാണ് സത്യയുഗം ആരംഭിക്കുന്നത്. ഇത് വളരെ ഗുഹ്യമായ കാര്യങ്ങളാണ്. ഇത് വിവേകത്തിൻ്റെ കാര്യമാണ്. ആരാണ് മാതാപിതാക്കൾ ആകുന്നത്? ആരാണ് സെക്കൻഡ് നമ്പറിൽ വരുന്നതിന് യോഗ്യം? സർവീസിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭാഗ്യം കാരണവും ചിലർ ഗാലപ്പ് ചെയ്ത് മുന്നിലേക്ക് വരുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വന്നവർ വളരെ ഫസ്റ്റ് ക്ലാസ്സായി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രൂപ് ബസന്ത് കുട്ടികളായ നിങ്ങളാണ്. ബാബയെയും ബസന്ത് എന്ന് പറയുന്നു. സ്റ്റാറാണ്. ഇത്രയും വലുതൊന്നുമല്ല. പരമമായ ആത്മാവ് എന്നാൽ പരമാത്മാവ്. ആത്മാവിൻ്റെ രൂപം വലുതൊന്നുമല്ല. എന്നാൽ മനുഷ്യർ കുഴങ്ങിപ്പോകരുത്. അതിനാൽ വലിയ രൂപം കാണിച്ചിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്നതാണ് ശിവബാബ. പിന്നെയാണ് ബ്രഹ്മ, വിഷ്ണു, ശങ്കർ. ബ്രഹ്മാവും വ്യക്തത്തിൽ നിന്നും അവ്യക്തമാകുന്നു.
മറ്റേതെങ്കിലും ചിത്രമൊന്നുമില്ല. വിഷ്ണുവിൻ്റെ 2 രൂപം ലക്ഷ്മി നാരായണൻ ആകുന്നു. ശങ്കറിൻ്റെ പാർട്ട് സൂക്ഷ്മവതനം വരെയാണ്. ഇവിടെ സ്ഥൂല സൃഷ്ടിയിൽ വന്ന് പാർട്ട് അഭിനയിക്കേണ്ടതില്ല. പാർവതിയെ അമരകഥ കേൾപ്പിക്കുന്നതുമില്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ കഥകളാണ്. ഈ ശാസ്ത്രങ്ങൾ വീണ്ടും ഇറങ്ങും. മാവിൽ ഉപ്പുപോലെ അതിൽ അല്പം സത്യമുണ്ട്. ശ്രീമദ് ഭഗവത്ഗീത എന്ന വാക്ക് റൈറ്റാണ്. അതേപോലെ പിന്നെ പറയുന്നു ശ്രീകൃഷ്ണൻ ഭഗവാനാണ്. ഇത് തികച്ചും തെറ്റാണ്. ദേവതമാരുടെ മഹിമ വേറെയാണ്. ഉയർന്നതിലും ഉയർന്നത് തന്നെയാണ് പരംപിത പരമാത്മാവ്. ആ ഒന്നിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. ആ ഒന്നിൻ്റെ മഹിമ വേറെയാണ്. എല്ലാം എങ്ങനെ ഒന്നാകാൻ സാധിക്കും? സർവവ്യാപി എന്നതിന് അർത്ഥമേ വരുന്നില്ല. നിങ്ങൾ ആത്മീയ സാൽവേഷൻ ആർമിയാണ്, എന്നാൽ ഗുപ്തമാണ്. സ്ഥൂലമായ ആയുധങ്ങളോ മറ്റോ ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഇത് ജ്ഞാനത്തിൻ്റെ ബാണം അഥവാ ജ്ഞാനമാകുന്ന കഠാരയുടെ കാര്യമാണ്. പ്രയത്നമുള്ളത് പവിത്രതയുടെ കാര്യത്തിലാണ്. ബാബയോട് പൂർണ്ണമായും പ്രതിജ്ഞ ചെയ്യണം. ബാബ, നമ്മൾ പവിത്രമായി സ്വർഗത്തിൻ്റെ സമ്പത്ത് തീർച്ചയായും നേടും. സമ്പത്ത് കുട്ടികൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ബാബ വന്ന് ആശീർവദിക്കുന്നു. മായ രാവണൻ ശപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മോസ്റ്റ് ബിലവഡായ ബാബയോട് എത്ര സ്നേഹമുണ്ടായിരിക്കണം. കുട്ടികളുടെ നിഷ്കാമ സേവനം ചെയ്യുന്നു. പതീത ലോകത്തിൽ പതീത ശരീരത്തിൽ വന്ന് കുട്ടികളായ നിങ്ങളെ വജ്രസമാനമാക്കി സ്വയം നിർവാണധാമത്തിൽ ഇരിക്കുന്നു. ഈ സമയത്ത് നിങ്ങളെല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. അതിനാൽ ബാബ വന്നിരിക്കുകയാണ്. സർവരുടെയും ജ്യോതി തെളിയുന്നു. അപ്പോൾ എല്ലാവരും മധുരമായി മാറുന്നു. ബാബയെ പോലെ മധുരമാകണം. എത്ര മധുരവും എത്ര പ്രിയവുമാണ് എന്ന് പാടുന്നുണ്ടല്ലോ. എന്നാൽ ബാബ എത്ര നിരഹങ്കാരത്തോടെ കുട്ടികളായ നിങ്ങളുടെ സേവനം ചെയ്യുന്നു. റിട്ടേണായി കുട്ടികളായ നിങ്ങളും ഇത്രയും സർവീസ് ചെയ്യണം. ഈ ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി ഓരോ വീട്ടിലും ഉണ്ടായിരിക്കണം. ഓരോ വീട്ടിലും ക്ഷേത്രം ഉണ്ടാക്കുന്നത് പോലെ പെൺകുട്ടികളായ നിങ്ങൾ 21 ജന്മത്തേക്ക് ശ്രീമത്തിലൂടെ ഹെൽത്തും വെൽത്തും നൽകുന്നുവല്ലോ. കുട്ടികളായ നിങ്ങൾക്കും ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. എവിടെയെങ്കിലും സ്വന്തം മതം കാണിച്ചുവെങ്കിൽ ഭാഗ്യത്തിന്മേൽ വര വീഴും. ആർക്കും ദുഃഖം കൊടുക്കരുത്. മഹാരഥികളായ കുട്ടികൾ എങ്ങനെയാണോ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഫോളോ ചെയ്യണം. സിംഹാസനസ്ഥർ ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ശരി, മധുരമധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയായി സേവനം ചെയ്യണം. ബാബയുടെ ഏതൊരു സേവനമാണോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ഹൃദയപൂർവ്വം റിട്ടേൺ നൽകണം. വളരെ മധുരമാകണം. നടന്നും ചുറ്റി സഞ്ചരിച്ചും തൻ്റെ സമയം പാഴാക്കരുത്. ശിവബാബയുടെ കഴുത്തിലെ മാല ആകുന്നതിനായി റേസ് ചെയ്യണം. ദേഹം പോലും ഓർമ്മ വരരുത്. ഇതിൻ്റെ അഭ്യാസം ചെയ്യണം. വരദാനം: ഡ്രാമയുടെ ഓരോ രഹസ്യത്തെയും അറിഞ്ഞ് സദാ പ്രസന്നമായിരിക്കുന്ന നോളജ്ഫുള്ളും ത്രികാലദർശിയുമായി ഭവിക്കട്ടെ. ഏത് കുട്ടികൾ നോളജ്ഫുള്ളും ത്രികാലദർശിയുമാണോ അവർ ഒരിക്കലും അതൃപ്തമാകില്ല. ആരെങ്കിലും അധിക്ഷേപിച്ചാലും ഇൻസൾട്ട് ചെയ്താലും സംതൃപ്തം. കാരണം ഡ്രാമയുടെ ഓരോ രഹസ്യത്തെയും അറിയുന്നവർ അതൃപ്തമാകുന്നില്ല. രഹസ്യം അറിയാത്തവരാണ് അതൃപ്തമാകുന്നത്. അതിനാൽ സദാ ഈ സ്മൃതി വയ്ക്കൂ. ഭഗവാനാകുന്ന ബാബയുടെ കുട്ടികൾ ആയ ശേഷവും തൃപ്തരാകുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണാവുക? അതിനാൽ ആരാണോ ഇപ്പോൾ സന്തുഷ്ടവും സംതൃപ്തവുമായത് അവർ തന്നെയാണ് ബാബയ്ക്ക് സമീപവും സമാനവും ആയവർ. സ്ലോഗൻ: ആര് വ്യർത്ഥത്തോട് ഇന്നസെന്റ് ആയിരിക്കുന്നോ അവർ തന്നെയാണ് സത്യം സത്യമായ സെയിൻറ്റ് അഥവാ മഹാത്മാവ്.
ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി
എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു.
അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി, പ്രകാശ ശരീരധാരിയായി, അവ്യക്ത ബാപ്ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ്ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സർവസമ്പന്നമാക്കുന്ന, സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാപ്ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.